നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. കാൽപാദത്തിലൂടെ സ്വകാര്യ ബസ് കയറിയിറങ്ങി കാൽനട യാത്രക്കാരിക്ക് ഗുരുതര പരിക്ക്. ഉദയനാപുരം വൈക്കപ്രയാർ കമ്മട്ടിത്തറ രമണിക്കാണ് പരിക്കേറ്റത്. തലയോലപ്പറമ്പ് ജംഗ്ഷന് സമീപം ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അപകടമുണ്ടായത്. റോഡിലൂടെ നടന്നു പോരുകയായിരുന്ന വയോധിക ബസ് ഇടിച്ച് വീഴുകയും ഇവരുടെ ഇടതുകാൽ പാദത്തിലൂടെ ബസ് കയറിയിറങ്ങുകയുമായിരുന്നു. കോട്ടയം എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ആവേ മരിയ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടമുണ്ടാക്കിയത്. കാലിന്റെ വിരലുകൾ ചതഞ്ഞെറിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ഉടൻ തലയോലപ്പറമ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം കൂടുതൽ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടമുണ്ടാക്കിയ ബസ് മാറ്റിയിടാൻ പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും ഇതിനിടെ ബസ് അവിടെ നിന്നും കൊണ്ടുപോയതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പിന്നാലെ എത്തിയ ആവേ മരിയ ബസ്സുകൾ തടഞ്ഞു. ആവേ മരിയ ബസ്സുകളുടെ അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് ആക്ഷേപമുണ്ട്. അമിത സ്പീഡിൽ വന്ന് വെട്ടിക്കാട്ടുമുക്കിൽ ബസ് മറിഞ്ഞ് വൻ അപകടമുണ്ടാക്കിയതും ഇവരുടെ വാഹനം തന്നെയായിരുന്നു. ഈ വാഹനത്തിന് പെർമിറ്റ് പോലും ഇല്ല എന്നും വിവരമുണ്ട്. കടുത്തുരുത്തിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. ബുധനാഴ്ച രാത്രി 8:30 മേട്ടുംപാറ ജംഗ്ഷന് സമീപമാണ് അപകടമുണ്ടായത്. കടുത്തുരുത്തി വാലാച്ചിറ മാപ്പിളക്കുന്നേൽ MJ അനീഷാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. അനീഷ് ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ചയാണ് മരിച്ചത്. ചരിത്രപ്രസിദ്ധമായ കുടവച്ചൂർ പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാളും 8 നോമ്പാചരണവും സെപ്റ്റംബർ 1 മുതൽ 15 വരെ ആഘോഷിക്കും. കുമരകത്തിനും വൈക്കത്തിനും മധ്യേ വേമ്പനാട്ട് കായലിന്റെ തീരത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. സെപ്റ്റംബർ 1 തിങ്കളാഴ്ച 8 നോമ്പാചരണവും വൈകിട്ട് 4:30 കൊടിയേറ്റും ആഘോഷമായ സമൂഹബലിയും തിരുനാൾ കൊടിയേറ്റും നടക്കും. ഫരീദാബാദ് ഡൽഹി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര മുഖ്യ കാർമ്മികത്വം വഹിക്കും. മാതാവിനോടുള്ള അടിമസമർപ്പണമാണ് ഇവിടുത്തെ പ്രധാന നേർച്ച. 8-ാമിടം തിരുനാൾ ദിനത്തിൽ 3 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വൈദികർ ചോറ് ആശീർവദിച്ച് നൽകും. വികാരി ഫാദർ പോൾ ആത്തപ്പിള്ളി, സഹവികാരി ഫാദർ ആന്റണി കളത്തിൽ, കൈക്കാരൻ വക്കച്ചൻ മണ്ണത്താലിൽ, എബ്രഹാം റോജി ഭവൻ വൈസ് ചെയർമാൻ സേവ്യർ മീനപ്പള്ളി, പാരിഷ് കൗൺസിൽ സെക്രട്ടറി റോബിൻ മണ്ണത്താലിൽ എന്നിവർ വിശദാംശങ്ങൾ അറിയിച്ചു. വേസ്പ്ര തിരുനാൾ തലേദിവസത്തെ വേസ്പ്ര അത് കഴിഞ്ഞ് അമ്പിയ മാർക്കറ്റിൽ നിന്ന് രൂപം വെഞ്ചരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരും. തുടർന്ന് വേസ്പ്ര നടത്തി തിരുനാൾ പ്രദക്ഷിണമാണ് 7-ാം തീയതി. 8-ാം തീയതിയാണ് തിരുനാൾ ആഘോഷങ്ങൾ. ഞങ്ങൾ യാത്രാ സൗകര്യം KSRTC ബസ് സ്പെഷ്യൽ റൂട്ട് അതുപോലെ സ്പെഷ്യൽ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രൈവറ്റ് വാഹനങ്ങളും എല്ലാ സമയങ്ങളും തുടർച്ചയായിട്ട് വരുന്ന ഒരു ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ കണ്ട് ഈ ദേവാലയവും ഈ നാട്ടിൽ മൊത്തം വെള്ളവും വെളിച്ചവും ഒക്കെ കിട്ടാണ്ട് KSBയിലും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിലൊക്കെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ കണ്ട് ഇവിടെ തിരക്ക് ഉള്ള നമ്മളെ റോഡ് വളരെ തിരക്കുള്ള ഒരു റോഡാണ്. അപ്പോൾ ഈ തിരുനാൾ ദിവസങ്ങളിൽ ഇവിടെ വരുന്ന ഭക്തർക്ക് സുഗമമായി കടന്നു പോകാനുള്ള 1 വേ സിസ്റ്റം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ആവശ്യമായിട്ടുള്ള ഞങ്ങൾ സെക്യൂരിറ്റികളെ അതുപോലെ തന്നെ പോലീസിൻ്റെ സഹായമൊക്കെ തേടിയിട്ടുണ്ട്. വൈക്കം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് വേരുവള്ളിയിൽ നിന്ന് വന്ന് അമ്പിയ മാർക്കറ്റിൽ വന്ന് കയറുവാനും അതുകൂടാതെ കണ്ട് കോട്ടയത്ത് നിന്ന് വരുന്നവർക്ക് വേണമെങ്കിൽ ശാസ്തക്കുളം അമ്പലത്തിൻ്റെ ഭാഗം വഴി ഈ ദേവാലയത്തിലേക്ക് വരാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഞങ്ങൾ നന്നായി ഒരുക്കിയിട്ടുണ്ട്. വലിയ 2 ഗ്രൗണ്ടുകൾ, വലിയ 2 ഗ്രൗണ്ടുകളും പിന്നെ അനുബന്ധമായിട്ട് ചെറിയ ഗ്രൗണ്ടുകളുണ്ട്. കൂടാതെ കണ്ട് വലിയ വാഹനങ്ങൾക്ക് വരുന്നവർക്ക് അമ്പിയ മാർക്കറ്റിന് വടക്കുവശത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അതും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വരുന്ന മരിയ ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് വാഹനങ്ങളിൽ വരുവാനും പാർക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ ഇവിടെ വന്ന് നേർച്ച കാഴ്ചകൾ നടത്തുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനോടകം എത്തിച്ചിട്ടുണ്ട്.
തൊടുപുഴ ഉടുമ്പന്നൂരിൽ വീടിനുള്ളിൽ യുവാവിനെ ഫാനിൽ തൂങ്ങിയ നിലയിലും യുവതിയെ മറ്റൊരു മുറിയിൽ മരിച്ച നിലയിലും കണ്ടെത്തി. ഉടുമ്പന്നൂർ പാറേക്കവല, മനക്കത്തണ്ട്, മനയാനിക്കൽ, ശിവഘോഷ്, അടിമാലി, കൊന്നത്തടി, പാറത്തോട്, ഇഞ്ചപ്ലാക്കൽ, മീനാക്ഷി എന്നിവരാണ് മരിച്ചത്. ശിവഘോഷിന്റെ കുടുംബം വാടകയ്ക്ക് താമസിക്കുന്ന ഉടുമ്പന്നൂർ പാറേക്കവലയിലെ വീട്ടിലായിരുന്നു സംഭവം. ശിവഘോഷിനെ പല പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. ഇതോടെ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോൾ മുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ അയൽവാസികളുടെ സഹായത്തോടെ താഴെയിറക്കി മുതലക്കോടത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് വീടിനുള്ളിൽ കയറിയവരാണ് മറ്റൊരു മുറിയിൽ മീനാക്ഷിയെ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കരിമണ്ണൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മീനാക്ഷിയുടെ മരണം എങ്ങനെയെന്നത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാകൂ എന്ന് പോലീസ് പറഞ്ഞു. SNDP യോഗം വൈക്കം തലയോലപ്പറമ്പ് യൂണിയനുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ 24-ന് ശാഖ നേതൃത്വ സംഗമം നടക്കും. വൈക്കം ആശ്രമം സ്കൂളിൽ രാവിലെ 9-ന് നടക്കുന്ന സംഗമത്തിൽ വൈക്കം തലയോലപ്പറമ്പ് യൂണിയനുകളുടെ കീഴിലുള്ള ശാഖകളുടെ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന നേതൃസംഗമത്തിൽ യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണം നടത്തും. വൈക്കം തലയോലപ്പറമ്പ് യൂണിയൻ പ്രസിഡന്റുമാരായ PV ബിനേഷ്, ED പ്രകാശൻ, വൈക്കം യൂണിയൻ സെക്രട്ടറി MP സെൻ, തലയോലപ്പറമ്പ് യൂണിയൻ സെക്രട്ടറി SD സുരേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിക്കും. എല്ലാ യൂണിയനുകളിലും നടത്തുന്നുണ്ട്. SNDP യോഗത്തിന്റെ ശാഖയിലെ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, യൂണിയൻ കമ്മിറ്റി അംഗം, 7 മാനേജിംഗ് കമ്മിറ്റി അംഗം, 3 പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഉൾപ്പെടെ 14 പേര്. എല്ലാ കുടുംബ യൂണിറ്റിലും ചെയർമാൻ, കൺവീനർ, വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ജോയിന്റ് കൺവീനർ 3 പേര്. മൈക്രോ യൂണിറ്റുകാർ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, മറ്റ് പോഷക സംഘടന, ഇവരിലെല്ലാവരും കൂടെ കൂട്ടി ഒരു ശാഖയിൽ 30 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ നേതൃസംഗമം നടന്നത്. പക്ഷെ ഈ നേതൃസംഗമത്തിന്റെ കാര്യങ്ങളുമായി ഞങ്ങളെ ശാഖകളിലോട്ട് ചെന്നപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ ഞങ്ങൾ പങ്കെടുക്കും, പ്രസിഡന്റ് അല്ലെങ്കിൽ ഭാരവാഹികളെ എന്നാണ് അവരുടെ ഭാഗത്ത് ഇങ്ങോട്ട് ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 24-ാം തീയതി രാവിലെ 10 മണിക്ക് ജനറൽ സെക്രട്ടറിയും SNDP യോഗത്തിന്റെ വൈസ് പ്രസിഡന്റും ദേവസ്വം സെക്രട്ടറിയും പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു. ദേവസ്വം സെക്രട്ടറിക്ക് ബാംഗ്ലൂർ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ ഒരു പക്ഷേ വന്നെന്ന് വരികയില്ല. ഞങ്ങളിപ്പോ യൂണിയനിൽ നിന്ന് വൈക്കം യൂണിയന്റെ സെക്രട്ടറി സ്വാഗതം പറയും. യോഗം ജനറൽ സെക്രട്ടറി അധ്യക്ഷത ഉദ്ഘാടനം വഹിക്കും. ആദ്യമായിട്ടാണ് കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ അടങ്ങുന്ന ഏറ്റവും താഴെത്തട്ടിലെ നേതാക്കന്മാരും SNDP യോഗത്തിന്റെ ഏറ്റവും ഉന്നത നിലയിലുള്ള നേതാക്കന്മാരും അടങ്ങുന്ന താഴെ മുതൽ മുകൾ വരെ ഉള്ള ഒരു പ്രത്യേക തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുന്നതിനുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ട് SNDP യോഗം സംഘടിപ്പിക്കുന്ന മീറ്റിങ്ങുകളിലൊന്നാണ് SNDP യോഗം ശാഖയുടെ നേതൃത്വ സംഘം. അപ്പോൾ ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആദ്യം പറഞ്ഞിരുന്നത് ഒരു യൂണിയനിൽ നിന്നും 14 ശാഖാ കമ്മിറ്റി അംഗങ്ങളും 5 വനിതാ യൂണിറ്റിൻ്റെ സംഘത്തിൻ്റെ അംഗങ്ങളും 5 കുടുംബ യൂണിറ്റിൻ്റെ 5 യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ആളുകളും അങ്ങനെ 24 പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് ആരാധന SNDP യോഗം ജനറൽ സെക്രട്ടറി ശാഖായോഗത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ അടിക്കല്ല് ആയിട്ടുള്ള കുടുംബ യൂണിറ്റ് പ്രവർത്തകരുടെ അവരുടെ വികാരവും കൂടി യോഗ നേതൃത്വം നേരിട്ട് കേൾക്കത്തക്ക തരത്തിൽ. കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം CMS കോളേജിൽ ഉണ്ടായ സംഘർഷത്തെ ശക്തമായി അപലപിക്കുന്നതായി കോളേജ് മാനേജ്മെന്റ്. ഇലക്ഷൻ നടപടികൾക്ക് മാനേജ്മെന്റ് എതിരല്ല, എന്നാൽ ക്യാമ്പസിനുള്ളിൽ രാഷ്ട്രീയ പ്രവർത്തനം ഹൈക്കോടതി നിരോധിച്ചതിനാൽ അത് അനുവദിക്കാനാവില്ലെന്നും ഇലക്ഷൻ നടപടികളിൽ മാനേജ്മെന്റും സ്റ്റാഫ് പ്രതിനിധികളും രാഷ്ട്രീയമായി ഇടപെടുന്നില്ലെന്നും നേതാക്കളും SP അടക്കമുള്ളവരും പ്രശ്നപരിഹാരത്തിന് എത്തിയത് അഭിനന്ദനാർഹമാണെന്നും കോളേജ് ലോക്കൽ മാനേജർ ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മാനേജറോ മാനേജ്മെന്റോ കോളേജോ അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനോ അതിനുവേണ്ടി ആളുകളെ, വിദ്യാർത്ഥികളെ ഒരുക്കുന്നതിനോ പ്രേരിപ്പിച്ചിട്ടില്ല. അപ്രകാരം ചില പ്രചരണങ്ങൾ നടക്കുന്നു എന്നത് ഖേദകരമാണ്. അതിനെ ശക്തമായി അപലപിക്കുകയും ചെയ്യുന്നു. ഈ മാനേജ്മെന്റ് എന്നും ഏതാണ്ട് 3000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ കോളേജിന് പരിപൂർണ പിന്തുണ നൽകുന്നു. അതുകൊണ്ടാണ് ഓഫീസേഴ്സ് 4 പേരും ഇന്ന് നിങ്ങളോട് ചേർന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ കോളേജിന് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. മാനേജ്മെന്റ് കോളേജിനോടൊപ്പമുണ്ട്, കോളേജ് അധ്യാപകരോട്, പ്രിൻസിപ്പലിനോട് ചേർന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് 2 കാര്യങ്ങൾക്കാണ് ഈ സമയം പ്രത്യേകം വിനിയോഗിക്കുന്നത്. ഒന്ന്, ഇവിടെ നടന്ന അക്രമ രാഷ്ട്രീയത്തെ
അതിശക്തമായി അപലപിക്കുന്നു. മറുഭാഗത്ത് ആ അക്രമ രാഷ്ട്രീയ സാഹചര്യം നിലനിന്നപ്പോൾ അതിന് അയവ് വരുത്തുന്നതിന് ശ്രമിച്ച രാഷ്ട്രീയ നേതാക്കളുണ്ട്. അവരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് SP കോളേജിലെത്തുകയും ഇവിടെ അക്രമമായ സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കുന്നതിന് ശ്രമിച്ചു എന്നതും പ്രത്യേകം ഓർക്കുന്നു. മാനേജ്മെൻറ്റ് ഈ പ്രാവശ്യം ചെയ്തിരുന്നത് ഹൈക്കോടതിയിൽ നിന്ന് പ്രത്യേക ഓർഡർ വാങ്ങിയിരുന്നു. പോലീസിന് നൽകിയിട്ടുള്ളതാണ്. കാരണം ഈ കോളേജിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇലക്ഷൻ നടത്തണം, അതിനു വേണ്ട ക്രമീകരണങ്ങൾ പോലീസ് ചെയ്തു കൊടുക്കണം എന്ന്. അങ്ങനെ ഇനിയും ഞങ്ങൾക്ക് ആവശ്യമുള്ളത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ആവശ്യപ്പെടുന്നത് ഈ കോളേജ് കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ളതാണ്. എല്ലാ മേഖലയിലും ഉള്ള വളർച്ച അവർക്കുണ്ടാകണം. രാഷ്ട്രീയമായി അവരുടെ വിശ്വാസം വളർത്തുന്നതിനൊന്നും മാനേജ്മെൻറ്റ് എതിരല്ല. കോളേജിനകത്ത് രാഷ്ട്രീയ ചേരുതിരിവുകളോടെ ഇലക്ഷൻ നിൽക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. മാനേജ്മെൻറ്റോ പ്രിൻസിപ്പലോ അധ്യാപകരോ ആരും തന്നെ വിദ്യാർത്ഥികൾ ഇലക്ഷനിൽ നിൽക്കുന്നതിന് അവരെ പിന്തിരിപ്പിച്ചിട്ടില്ല. അപ്രകാരമുള്ള പ്രചരണങ്ങളും എൻ്റെ ശ്രദ്ധയിൽ, മാനേജ്മെൻറ്റ് ശ്രദ്ധയിൽ എത്തിയിട്ടുണ്ട്. ഒരിക്കലും ഒരു കാര്യങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ സമാധാനപരമായി കോളേജ് നടത്തിപ്പോകണം എന്നുള്ളതിൽ മാനേജ്മെൻറ്റ് രണ്ടു പക്ഷമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ നേതാക്കളുടെയും പരിപൂർണമായ പിന്തുണ ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ കലാലയത്തിലെ പഠന സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് മാനേജ്മെൻറ്റ് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.